വെൽക്കം ടു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ 29th ആഫ്റ്റർനൂൺ സെഷൻ്റെയാണ്. അപ്പോൾ 29th മോർണിംഗ് സെഷന് നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി അടുത്ത പാർട്ട്. അതിൻ്റെ അകത്ത് ന്യൂക്ലിയോഫൈലിൻ്റെ എണ്ണം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അതിപ്പോൾ 7 എന്നുള്ള ആൻസറും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. സോ 5 എന്നാണ് അതിൻ്റെ അകത്ത് കൊടുത്തത്, അതുകൊണ്ട് ഞാനതങ്ങനെ പറഞ്ഞു മാത്രം. സോ അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് തുടങ്ങണം. സെക്ഷൻ എ, the calculated spinulary magnetic moment of K3 FeOH 6 times K4 FeOH 6 times are respectively. ഇത് രണ്ടുമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ തന്നേക്കണ കോമ്പൗണ്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഉള്ളത് ആദ്യത്തേത് K3 FeOH 6 times ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഉള്ളത് Fe3+ ആണുള്ളത്. 3d5 ആണ്. 3d5 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട് നിലവിൽ. OH ഒരു വീക്ക് ലിഗാൻഡാണ്. OH മൈനസ് ഒരു വീക്ക് ലിഗാൻഡായിട്ട് കരുതിയാൽ മതി. സോ ദർ ഈസ് നോ, കാരണം അതിൻ്റെ അകത്ത് വേറെ 1 എന്ന് പറഞ്ഞ ഓപ്ഷനൊന്നും ഇല്ല. അപ്പോൾ ഉറപ്പായിട്ടും വീക്ക് ലിഗാൻഡ് എന്നുള്ള ഉറപ്പാണ്. ആ തന്നേക്കണേന്ന് തന്നെ കണ്ടാൽ തിരിച്ചറിയാം. വേറെ ഇതിപ്പോൾ പെയർ ചെയ്താൽ തന്നെ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ വരും. 1 പോയിൻ്റ് ഒന്നും ആൻസറില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ചിന്തിക്കുക വേണ്ട. സോ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. മ്യൂ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് n ഇൻറ്റു n+2 ബോർ മാഗ്നറ്റോൺ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 5 ഇൻറ്റു 5+2 ബോർ മാഗ്നറ്റോൺ റൂട്ട് ഓഫ് 35. 36 ആയിരുന്നു, 6 വന്നേനെ. സോ 5.9 അടുത്ത ആൻസർ വരും. പിന്നെയുള്ള K4 FeOH 6 ടൈംസ്, അത് കണ്ടാൽ തന്നെ അറിയാം Fe2+ ആണുള്ളത്. 3d6 ആണ് കോൺഫിഗറേഷൻ. അവിടെയും പെയർ ചെയ്താൽ ഉറപ്പായിട്ടും എത്ര ഉണ്ടാവും? ഇത് രണ്ടും പെയർ ചെയ്ത് കഴിഞ്ഞാൽ 0 വരും. 0 എന്നുള്ള ഓപ്ഷൻ അതിൻ്റെ അകത്തില്ല. പിന്നെ അങ്ങനെ തോട്ടിൻ്റെ ആവശ്യമില്ല. OH ഒരു വീക്ക് ലിഗാൻഡാണ്. ദർ ഈസ് നോ ചാൻസ് ഓഫ് എനി പെയറിങ്. സോ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 4 ആണ്. സോ മ്യൂ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് n ഇൻറ്റു n+2 ബോർ മാഗ്നറ്റോൺ സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു 4+2 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 24 ഈസ് ഈക്വൽ ടു 4.9 ബോർ മാഗ്നറ്റോൺ. അതിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ആൻസർ ഈസ് 5.9 ആൻഡ് 4.9. സിമ്പിളായിട്ട് കിട്ടും. ഫോർ ഹൈഡ് ആൻഡ് ലൈക്ക് സ്പീഷീസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് പ്രൊവൈഡ്സ് അപ്രോക്സിമേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് E വേഴ്സസ് E ഈസ് ഈക്വൽ ടു E1 ഇൻറ്റു Z² ബൈ n². ഹൈഡ് ആണ്, ഹൈഡ് ആൻഡ് ലൈക്ക് സ്പീഷീസ് ആണ്. അപ്പോൾ അതിന് En ഈസ് ഈക്വൽ ടു E1 ഇൻറ്റു Z² ബൈ n² ആണ്. അപ്പോൾ ഇസഡും ഇയും തമ്മിലാണ് നോക്കണത്. ഇസഡ് എന്തായിരിക്കും? ഈസ് പ്രപ്പോർഷണൽ ടു Z² ആണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇതൊരു നെഗറ്റീവ് വാല്യൂ. E1 ഒരു നെഗറ്റീവ് വാല്യൂ, നെഗറ്റീവ് റേഞ്ചിലേ വാല്യൂ വരുള്ളൂ. സോ ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ അല്ല, കാരണം ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ അല്ല. സ്ക്വയറിന് പ്രപ്പോർഷണൽ ആയിട്ടാണ് വന്നേക്കുന്നത്. സ്ക്വയറിന് പ്രപ്പോർഷണലാണ്. ഈ പ്രപ്പോർഷണൽ ടു Z². അപ്പോൾ ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ വരില്ല. പിന്നെ 2 നെഗറ്റീവിലാണ് വാല്യൂ കിടക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നെഗറ്റീവിലാണ് വാല്യൂ വരുള്ളൂ. നെഗറ്റീവിൽ വാല്യൂ വരുന്ന സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത കർവാണ് ഇത്. ഉറപ്പായിട്ടും ഇത് കണ്ടാൽ തന്നെ അറിയാം കർവ് ആയിരിക്കും കിട്ടുക. സ്ട്രെയിറ്റ് ലൈൻ അല്ല കിട്ടുക, കർവാണ് കിട്ടുക. ഉറപ്പായിട്ടും നെഗറ്റീവിലാണ് വാല്യൂ കിടക്കുന്നത്. ഈയുടെ വാല്യൂ ഉറപ്പായിട്ടും നെഗറ്റീവാണ്. പിന്നെ E1 ഈസ് നെഗറ്റീവ്. -1312 kJ/mol, -13.6 ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം, -2.18 into 10⁻⁻⁹ 18 ജൂൾ പെർ ആറ്റം എന്നൊക്കെ വാല്യൂ ഉള്ളത് ഒക്കെ നെഗറ്റീവിലാണ് വാല്യൂ. എൻ്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവാണ്. ഇൻഫിനിറ്റിയിലാണ് 0 വരിക. അപ്പോൾ മാക്സിമം ഹയസ്റ്റ് വാല്യൂ 0 ആണ്. ഉറപ്പായിട്ടും നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ഈ രണ്ടെണ്ണത്തിൽ വരും. Z² പ്രപ്പോർഷണൽ ആയതുകൊണ്ടാണ് ഉറപ്പായിട്ടും കർവായിട്ട് വന്നത്. സോ 2 എങ്ങനെ ചിന്തിച്ചാലും. ചൂസ് 2 സ്റ്റേറ്റ്മെൻറ്റ്, 2 സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇൻ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി, stationary phase of a thin film of liquid present in the inert support. അതിൻ്റെ അകത്ത് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി അഥവാ പേപ്പർ ക്രോമാറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസ് ഈസ് തിൻ ഫിലിം ഓഫ് ലിക്വിഡ്. അപ്പോൾ പേപ്പർ ക്രോമാറ്റോഗ്രഫിയിൽ പേപ്പറിൽ അബ്സോർബ് ചെയ്യപ്പെട്ടിരിക്കുന്ന വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ്, അതിൻ്റെ തിൻ ലെയറാണ് എന്തായിട്ടും സ്റ്റേഷനറി ഫേസ് ആയിട്ട് ബിഹേവ് ചെയ്യുക. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്. In paper chromatography, the material of paper act as stationary. Liquid layer in the paper act as stationary phase. അപ്പോൾ ഉറപ്പായിട്ടും പേപ്പർ അല്ല ആക്ട് ചെയ്യുന്നത്, പേപ്പറിലുള്ള ലിക്വിഡാണ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്.
സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, വേറെ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി, പേപ്പർ ക്രോമാറ്റോഗ്രഫി സെയിമാണ്, അത് കൺഫ്യൂസ്ഡ് ആവരുത്. തിൻ ലെയറും കോളം ക്രോമാറ്റോഗ്രഫിയാണ് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയിൽ വരിക. ഇനി ഐഡൻറ്റിഫൈ ദ എസെൻഷ്യൽ അമിനോ ആസിഡ് എമംഗ് ദ ഫോളോയിങ്. എസെൻഷ്യൽ അമിനോ ആസിഡുകളുടെ ലിസ്റ്റ് എൻ സി ആർ ടിയിലുണ്ട്, അതെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. എൻ സി ആർ ടിയിലെ പേജാണ് ഞാൻ ഈ വെച്ചേക്കണേ. എൻ സി ആർ ടിയിലെ പേജ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാർ ഇട്ടേക്കണ എസെൻഷ്യൽ അമിനോ ആസിഡാണ്. ഇറ്റ് ഈസ് ആ തന്നേക്കണേൽ നമുക്ക് ഓരോരായിട്ട് നോക്കാം. വലനിൻ ഈസ് ഇവിടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്, ഉറപ്പായിട്ടും അതൊരു എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. പിന്നെയുള്ളത് ലൂസിൻ കൊടുത്തിട്ടില്ല. ഇറ്റ് ഈസ് പിന്നെയുള്ളത് നമുക്ക് നോക്കാം. ലൈസിൻ ഉണ്ടോ? ലൈസിനുണ്ട്. ലൈസിൻ ഒരു എസെൻഷ്യൽ അമിനോ ആസിഡാണ്. പിന്നെയുള്ളത് പ്രൊലിൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇവിടെ സ്റ്റാർ ഇട്ടിട്ടില്ല, അപ്പോൾ അതൊരു എസെൻഷ്യൽ അമിനോ ആസിഡ് അല്ല. പിന്നെയുള്ളത് ത്രിയോണിൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ത്രിയോണിൻ അതൊരു എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. ടൈരോസിൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ടൈരോസിൻ സ്റ്റാർ ഇട്ടിട്ടില്ല, അപ്പോൾ അതൊരു എസെൻഷ്യൽ അമിനോ ആസിഡ് അല്ല. അപ്പോൾ ആൻസർ ഈസ് ACD ഈസ് എ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാലൈഡ്സ് will generate more stable carbocation in the nucleophilic substitution. ഇവിടെയാണെങ്കിൽ ഈ BR പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവിടെ പ്ലസ് ഉണ്ടാകും. സ്റ്റേബിൾ കാർബോക്കേറ്റൻ ഇത് അലൈലിക് ആണ്. ഇത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ പ്ലസ് ഉണ്ടാകും. ബെൻസൈലിക് ആണ്. ബെൻസൈലിക് ഇത് BR പോയാലും ഓൾമോസ്റ്റ് ഉണ്ടാകുന്നത് അലൈലിക് തന്നെയാണ്, സിമിലർ വൺ തന്നെയാണ്. ദർ ഈസ് നോ റിങ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഇതൊരു ഇവിടെ പ്ലസ് ഉണ്ടാകും. ഇറ്റ് ഈസ് എ ടേർഷറി കാർബോക്കാറ്റോൺ, ഓൾസോ റെസൊണൻസ്. ഫിനൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഹൈലി സ്റ്റേബിൾ ആണ്. സോ റെസൊണൻസ് ഉണ്ട്. ടേർഷറി ആണ്. ഫിനൈലിക് ആണ്. ഫിനൈൽ ഗ്രൂപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ട്രൈഫിനൈൽ മീഥൈൽ കാർബോക്കേറ്റോൺ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ളത് ഫോർത്ത് വൺ തന്നെയാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കൺസിഡർ ഫോളോയിങ് ഇക്വിലിബ്രിയം. CO+3H2 gives CH4+H2. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇഫ് പ്രഷർ ഈസ് അപ്ലൈഡ് ഓവർ ദ എൻറ്റയർ സിസ്റ്റം. എല്ലാം ഗ്യാസാണ്. സോളിഡ് ഉണ്ടെങ്കിൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്യണം. ഇൻക്രീസ് ബൈ 2-fold അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ദെൻ ഇഫ് ദ പ്രഷർ അപ്ലൈഡ് ഓവർ ദ സിസ്റ്റം ഈസ് ഇൻക്രീസ് ബൈ 2-fold, രണ്ടിരട്ടിയാക്കി മാറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ദെൻ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരികയെന്ന്. അതായത് പ്രഷർ ഇരട്ടിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ, പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യാൻ ശ്രമിക്കും? പ്രഷർ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. പ്രഷർ കുറയ്ക്കണമെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കുറഞ്ഞ സൈഡിലേക്ക് റിയാക്ഷൻ നടക്കണം. നമ്പർ ഓഫ് പാർട്ടിക്കിൾ കുറഞ്ഞ സൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഫോർവേഡ് റിയാക്ഷൻ നടക്കണം. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ആൻഡ് പ്രൊഡക്റ്റ് ഇൻക്രീസസ്. ഉറപ്പായിട്ടും പ്രഷർ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? വോളിയം കുറയും. പ്രഷർ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വോളിയം കുറയുകയാണ് ചെയ്യുക. വോളിയം ഹാഫായിട്ട് കുറയും. പ്രഷർ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ PV is equal to nRT അല്ലേ? PV is equal to nRT ആണ്. N കോൺസ്റ്റൻ്റ് ആണ്. സ്പെസിഫിക് നമ്പർ ഓഫ് പാർട്ടിക്കിളാണ് ഉണ്ടാകുക. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് R കോൺസ്റ്റൻ്റ് ആണ്. സോ പ്രഷർ ഡബിൾ ആകുമ്പോൾ വോളിയം എന്തായിട്ട് മാറും? വോളിയം ഹാഫായിട്ട് മാറും. എല്ലാവരെയും കോൺസെൻട്രേഷൻ കൂടും. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ആൻഡ് പ്രൊഡക്റ്റ് ഇൻക്രീസസ് എന്ന് പറഞ്ഞത് റിയാലിറ്റിയാണ്. സോ ദറ്റ് ഈസ് ട്രൂ. ഇക്വിലിബ്രിയം വിൽ ബി ഷിഫ്റ്റഡ് ടു ഫോർവേഡ് ഡയറക്ഷൻ. അഗെയിൻ ട്രൂ ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻക്രീസസ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് മാറില്ല. സിൻസ് കോൺസെൻട്രേഷൻ അത് ലേഷാരി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് മാറില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആസ് എ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ പ്രൊഡക്റ്റ് റിമെയിൻസ് സെയിം. അതും തെറ്റാണ്. Equilibrium constant remain unchanged as a concentration of reactant and product remains same. അല്ല, concentration of reactant and product changes. Remain same അല്ല, changes. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും മാത്രമേ ഉള്ളൂ ആൻസർ. അവരെ കോൺസെൻട്രേഷൻ മാറും. സ്വാഭാവികമായിട്ടും കോൺസെൻട്രേഷൻ മാറും എന്നുള്ള റിയാലിറ്റിയാണ്. സോ മേ ബി ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഡൗട്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ആൻഡ് പ്രൊഡക്റ്റ് ഇൻക്രീസസ്. അത് ഫോർവേഡ് റിയാക്ഷൻ അല്ലേ നടക്കുക എന്നാണ് ചോദ്യം ഉണ്ടാകുക. പക്ഷേ അങ്ങനെയല്ല. നോക്കിക്കോ, ഇവിടെ എന്ത് ചെയ്യും? പ്രഷർ ഡബിളായിട്ട് മാറുമ്പോൾ ഉറപ്പായിട്ടും വോളിയം ഹാഫായിട്ട് മാറും.
വോളിയം ഹാഫായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും സംഭവിക്കുക? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമെന്ന് പറഞ്ഞാൽ സംശയമൊന്നും ഉണ്ടാവില്ല. പക്ഷേ റിയാക്ടിൻ്റെയും കോൺസെൻട്രേഷൻ കൂടും. നമ്പർ ഓഫ് മോൾസ് കുറയുന്നുണ്ട്, പക്ഷേ വോളിയം കൂടുന്നത് ട്രമൻഡസ് ആയിട്ടുള്ള. സോ കോൺസെൻട്രേഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം. ഇവിടെ വോളിയം ഹാഫായിട്ട് മാറും, നമ്പർ ഓഫ് മോൾസ് കുറച്ചേ കുറയുള്ളൂ. സോ വോളിയം കുറയുന്നത് വളരെ ട്രമൻഡസ് ആണ്. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ എല്ലാവരുടെയും കൂടും എന്നുള്ളത് റിയാലിറ്റിയാണ്. ഇരുന്നൊന്ന് ചിന്തിക്കണേ, ചിന്തിച്ചാലേ പിടികിട്ടുള്ളൂ. നമ്പർ ഓഫ് മോൾസ് കുറയും, കുറച്ചേ റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ നടക്കുക, കുറച്ച് ഫോർവേഡ് റിയാക്ഷൻ നടക്കുക, കണ്ടമാനം റിയാക്ഷൻ നടക്കില്ല. സോ വോളിയം ചേഞ്ച് ഈസ് ഡോമിനൻ്റ് വോളിയം ചേഞ്ച് ഡോമിനൻ്റ് ആണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുക. വോളിയം കണ്ടമാനം കുറയും, അപ്പോൾ കോൺസെൻട്രേഷൻ കൂടും, റിയാക്ടിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ഒക്കെ കൂടും. NaCl is added to ice at a 0 degree Celsius present in the ice cream box to prevent the melting of ice cream. അതല്ലേ NaCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസിങ് പോയിന്റ് NaCl ആഡ് ചെയ്താൽ ഇറ്റ് ഈസ് ഫ്രീസിങ് പോയിന്റ് കുറയും, ഡിപ്രഷൻ ഫ്രീസിങ് പോയിന്റാണ്. അപ്പോൾ പെട്ടെന്ന് എന്താ സംഭവിക്കുക? അത് മെൽറ്റ് ആവുക ചെയ്യുക. ടു പ്രിവെൻറ്റ് ദ മെൽറ്റിംഗ് ഓഫ് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് NaCl ഈസ് ആഡഡ് ടു ഐസ്ക്രീം അറ്റ് 0 degree Celsius പ്രസൻറ്റ് ഇൻ ദ ഐസ്ക്രീം ബോക്സ് വിച്ച് മേ എൻഹാൻസ് എ മെൽറ്റിംഗ് പ്രോസസ്. കാരണം ഫ്രീസിങ് പോയിന്റ് കുറയും. അഡീഷൻ ഓഫ് NaCl ടു ഐസ് അറ്റ് 0 degree Celsius ദർ ഈസ് എ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. So on addition of NaCl to ice at 0 degree Celsius there is a depression freezing point. Freezing point അവിടുത്തെ ആ മിക്സർ ബിക്കം കോൾഡർ. ആ മിക്സർ നന്നായി കോൾഡറായിട്ട് മാറും. കാരണം അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഓൺ അഡീഷൻ ഓഫ് NaCl to water at 0 degree Celsius there is a depression freezing point. ഫ്രീസിങ് പോയിന്റ് കുറയും. ഫ്രീസിങ് പോയിന്റ് സ്വാഭാവികമായിട്ടും കുറയും. പക്ഷേ ആ സൊല്യൂഷൻ, ആ മിക്സർ മോർ കോൾഡറായിട്ട് മാറും. എന്ത് ചെയ്യും? ആ NaCl മേടിച്ചിട്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ അകത്തെ കുറേ പോർഷൻ ഓഫ് എന്തായിരിക്കും സംഭവിക്കുക? ഐസ് എന്ത് ചെയ്യും? ഫ്രീസായി പോകും. കുറേ പോർഷൻ ഓഫ് ഐസ് ഫ്രീസായി പോകും. അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ അവിടുത്തെ ടെമ്പറേച്ചർ മാറുമൊന്നുമില്ല. ഓൺ അഡീഷൻ ഓഫ് NaCl ടു ഐസ് ടു 0 degree Celsius ദർ ഈസ് എ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. ഫ്രീസിങ് പോയിന്റ് നടക്കും, ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ ഉണ്ടാകും എന്നുള്ള റിയാലിറ്റിയാണ്. ഐസിൻ്റെ ടെമ്പറേച്ചർ ഫ്രീസിങ് പോയിന്റ് അല്ല മാറുന്നത്. ഐസ് ചെന്ന് ആ വാട്ടറിലേക്ക് ചെന്നിട്ട്, ഐസിൻ്റെ മുകളിലുള്ള വാട്ടറിലേക്ക് ഡിസോൾവ് ആയിട്ട് അത്രയും പോർഷൻ എന്ത് ചെയ്യും? മെൽറ്റായി പോകും. അതിൻ്റെ ഫ്രീസിങ് പോയിന്റ് കുറയും. അല്ലാതെ മൊത്തത്തിൽ കുറയുകയല്ല ചെയ്യുക. സോ ഓർത്ത് വയ്ക്കുക, ഓൺ അഡീഷൻ ഓഫ് NaCl ടു ഐസ് അറ്റ് 0 degree Celsius ദർ ഈസ് എ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. ഫ്രീസിങ് പോയിന്റ് കുറയും എന്നുള്ള റിയാലിറ്റിയാണ്. സോ ആൻസർ ഈസ് ഫസ്റ്റ് വൺ തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ എന്നുള്ളതിലേക്കാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ആ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്ലാരിറ്റി ഇല്ല. ഓൺ അഡീഷൻ ഓഫ് NaCl ടു ഐസ് അറ്റ് 0 degree Celsius ദർ ഈസ് എ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് ഓഫ് വാട്ട്? അതൊരു ചോദ്യമാണ്. ഐസിൻ്റെ ഫ്രീസിങ് പോയിന്റ് ആണെങ്കിൽ കുറയില്ല. ഐസ് 0 degree Celsius തന്നെ നിൽക്കും. നമ്മുടെ കയ്യിലൊരു കുറേ ഐസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു പോർഷനിലേക്ക് NaCl ചെല്ലും, അത് മെൽറ്റായി പോകും. ബാക്കി പോർഷൻ ഐസ് അവിടെ തന്നെ നിൽക്കും. അതിന് 0 degree Celsius തന്നെയായിരിക്കും ഫ്രീസിങ് പോയിന്റ് ഉണ്ടാകുക. ഇതിൻ്റെ ഫ്രീസിങ് പോയിന്റ് കുറയും. അപ്പോൾ ഒരു ചോദ്യത്തിന് ചെറിയൊരു ക്ലാരിറ്റി കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നു. സോ അവിടെ ഓൺ അഡീഷൻ ഓഫ് NaCl ടു ഐസ് അറ്റ് 0 degree Celsius ദർ ഈസ് എ ഡിപ്രഷൻ ഫ്രീസിങ് പോയിന്റ് ഓഫ് ദാറ്റ് മിക്സർ. ആ മിക്സറിൽ ഒരു പാർട്ടിൻ്റെ ഫ്രീസിങ് പോയിന്റ് കുറയും. സോ അങ്ങനെ ഒരു ചോദ്യമാണ്. ഓൺ നൈട്രേഷൻ ഓഫ് മെറ്റാസൈലിൻ വിത്ത് കോൺസെൻട്രേറ്റ് HNO3. ഓൺ നൈട്രേഷൻ ഓഫ് മെറ്റാസൈലിൻ ഇതാണ് നൈട്രേഷൻ. കോൺസെൻട്രേറ്റ് HNO3, കോൺസെൻട്രേറ്റ് H2SO4. Concentrate HNO3, concentrate H2SO4, followed by oxidation. 4-nitrobenzene and 1,3-dicarboxylic acid are obtained as a major product. നമുക്ക് നോക്കാം. ആദ്യം കിട്ടുന്നത് ഇതിനെ നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ സ്റ്റെറിക് കാരണം ഇവിടെ എന്തായാലും ഉണ്ടാവില്ല, ഇവിടെയോ ഉണ്ടാകുക. എങ്ങനെ ഉണ്ടായാലും ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി അത് പേടിക്കാനൊന്നുമില്ല. CS3 ഇവിടെ NO2 വന്നു. അപ്പോൾ 1 അപ്പോൾ ഇതിനെ ഓക്സിഡൈസ് ചെയ്യുന്നു. ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് COH NO2.
ഇനിയിപ്പോൾ തിരിച്ച് ഇങ്ങനെയാണ് സംഭവിച്ചെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ പ്രൊഡക്റ്റ്. ഇനിയിപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. CH3 ഇവിടെ NO2 വരാം. സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്. ദേ ആർ ഈക്വൽ. ഇത് രണ്ടും സെയിം ആണ്. ഇതിന് ഓക്സിഡേഷൻ നടത്തിയാൽ കിട്ടുന്നത് ഇറ്റ് ഈസ് COH NO2. NO2ൻ്റെ ഓപ്പോസിറ്റ് COH, തൊട്ടടുത്ത് COH. രണ്ടും സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ അത് ചിന്തിക്കാനില്ല. ഇറ്റ് ഈസ് ഇതിനെ നമ്പർ ചെയ്യുകയാണെങ്കിൽ COHനാണ് നമ്പർ 1 വരിക. ഇറ്റ് ഈസ് COHന് നമ്പർ 1 കൊടുക്കുകയാണെങ്കിൽ, COHന് 1 കൊടുക്കുകയാണെങ്കിൽ രണ്ട് പോസിബിലിറ്റി നമുക്ക് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4. തിരിച്ച് ഇതിന് 4 വന്നു. ഇനി തിരിച്ച് ഇവിടുന്ന് അടുത്ത COH നമ്പർ ചെയ്ത് കൊടുത്ത് നോക്കാം. ഇറ്റ് ഈസ് 1 2 3 4 5. അപ്പം അങ്ങനെ ഇതല്ല നമ്പറിങ്. കറക്റ്റായിട്ടുള്ള നമ്പറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തിരിച്ചുള്ള നമ്പറിങ്ങാണ്. കാരണം COHന് മിനിമം നമ്പർ വരണം. COHന് എവിടുന്നേലും തുടങ്ങിയിട്ട് അടുത്ത 1ഉം 3ഉം വരണം. 1 2 3 1 2 3 4 1 3 ഇതിന് വരാൻ പറ്റുള്ളൂ. കാരണം ഇതാണ് മേജർ ഫംഗ്ഷൻ ഗ്രൂപ്പ്. അപ്പോൾ ഉറപ്പായിട്ടും 4 നൈട്രോ ഇതാണ് ബെറ്റർ ആയിട്ടുള്ള നമ്പറിങ്. 1 2 3 4 5 6 അതെന്തായാലും പറ്റില്ല. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ തിരിച്ചറിയേണ്ട മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 3 ഡൈകാർബോക്സിലിക് ആസിഡ് ബെൻസീൻ 1 3 4 നൈട്രോ ബെൻസീൻ 1 3 ഡൈകാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. CH3 ഗ്രൂപ്പ് ഈസ് ഓർത്തോപാര ഡയറക്റ്റീവ് വൈൽ NO2 ഗ്രൂപ്പ് ഈസ് മെറ്റാ ഡയറക്റ്റീവ്. അഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. CH3 ഓർത്തോപാര ഡയറക്റ്റീവ് ആകാൻ കാരണം ഹൈപ്പർ കോഞ്ചുഗേഷൻ ആണ്. ഇത് മെറ്റാ ഡയറക്റ്റീവ് ആകാൻ കാരണം ഇറ്റ് ഈസ് -R എഫക്റ്റ് ഉണ്ട്. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. 0.1 molar solution of Ka react with excess of H2SO4 and KiO3 solution according to the solution 5I- തന്നിരിക്കണേ. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം. ഇറ്റ് ഈസ് 5I- റിയാക്ട് വിത്ത് IO3 മൈനസ് പ്ലസ് 6H പ്ലസ് ഗീസ് 3I2 പ്ലസ് 3H2O. 200 ml K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I- കൂട്ടിയാൽ മതി കേട്ടോ. I- കൂട്ടിയാൽ മതി. ഇറ്റ് ഈസ് 200 ml K സൊല്യൂഷന് 0.1 മോളാറാന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 0.1 മോളാറാന്ന് പറഞ്ഞിട്ടുണ്ട്. റിയാക്ട് വിത്ത് 0.04 മോളാർ 0.004 മോൾ KNO3. അപ്പോൾ 200 ml 0.1 മോളാർ എന്ന് പറഞ്ഞാൽ 20 മില്ലിമോളാർ. 20 മില്ലിമോളാർ 0.1 ഇൻറ്റു 200 20 മില്ലിമോളാർ. 20 മില്ലിമോൾ റിയാക്ട് ചെയ്യണമെങ്കിൽ 5 എണ്ണം ഒരെണ്ണമായിട്ട് റിയാക്ട് ചെയ്യുക. 20 മില്ലിമോള് ഇറ്റ് ഈസ് റിയാക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് എത്രയായിരിക്കും? ഇതിൻ്റെ 4 ഇരട്ടി. അപ്പോൾ 4 മില്ലിമോളുമായിട്ടാണ്. 5 എണ്ണം ഒരെണ്ണമായിട്ട് റിയാക്ട് ചെയ്യും. 20 എണ്ണം എത്രയായിട്ട് റിയാക്ട് ചെയ്യും? 5 എണ്ണം 20 എണ്ണമായിട്ട് റിയാക്ട് ചെയ്യും. ഒരെണ്ണമാണെങ്കിൽ എത്രയായിട്ട് റിയാക്ട് ചെയ്യുക? എക്സുമായിട്ട് റിയാക്ട് ചെയ്യും. എക്സിൻ്റെ വാല്യൂ 4 മില്ലിമോളാണ്. 4 മില്ലിമോൾ എന്ന് പറഞ്ഞാൽ 0.004 മോളാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. 200 ml Ka സൊല്യൂഷൻ റിയാക്ട് വിത്ത് 0.06 മോൾസ് ഓഫ് H2SO4. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5 എണ്ണം 6 എണ്ണമായിട്ട് റിയാക്ട് ചെയ്യും. 5 എണ്ണം 6 എണ്ണമായിട്ട് റിയാക്ട് ചെയ്യും. 200 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 20 മില്ലിമോള് എക്സുമായിട്ട് റിയാക്ട് ചെയ്യും. 5 എത്രയായിട്ട് റിയാക്ട് ചെയ്യുക? 6മായിട്ട് റിയാക്ട് ചെയ്യും. 20 ആണെങ്കിൽ എത്രയായിരിക്കും റിയാക്ട് ചെയ്യുക? 24മായിട്ട് റിയാക്ട് ചെയ്യും. 24 മില്ലിമോളുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അത് തെറ്റാ, ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. 0.5 ലിറ്റർ ഓഫ് KI സൊല്യൂഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് 0.0045 മോൾസ് ഓഫ് I2. അത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. 5 എണ്ണം 3 എണ്ണ തരിക. 5 എണ്ണം എത്ര തന്നെ തരിക? 3 എണ്ണത്തിനെ തരിക. സ്റ്റോയിഷ്യോമെട്രി വെച്ചിട്ടാട്ടോ ഈ പറഞ്ഞൊക്കെ. 5 എണ്ണം. അപ്പോൾ 0.5 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.5 ലിറ്റർ ഇൻറ്റു 0.1. അപ്പോൾ 0.1 ഇൻറ്റു 0.5 ലിറ്റർ. അപ്പോൾ 0.05 മോൾ 0.03 മോളിനെയാണ് തരിക. 0.03 മോൾ. അപ്പോൾ അതും തെറ്റാ. AB C ആട്ടോ. ഇത് C, ഇത് D.
അപ്പോൾ അതും തെറ്റാ. പിന്നെയുള്ളത് ഈക്വലൻ വെയിറ്റ് ഓഫ് KI3 ഈക്വൽ ടു മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ 5. അതെ, അത് ശരിയാണ്. IO3 മൈനസ് പ്ലസ് 5 എത്രയിലേക്കാണ് മാറണേ? 0 മാറണേ. അപ്പോൾ ഉറപ്പായിട്ട് 5 യൂണിറ്റാണ്. ഇൻഫാക്റ്റ് 5. അപ്പോൾ ഈക്വലൻ മാസ് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡ് ബൈ 5. IO3 ആട്ടോ നോക്കണേ. IO3 ഒരെണ്ണുള്ളൂ. ഒരു 5 പ്ലസ് ഒരു 0. ബാക്കിയൊക്കെ ഇത് മാറിയേക്കണം. അപ്പോൾ ഇതിലേക്ക് നോക്കണ്ട. ഒരു IO3 I0 ആയിട്ടാണ് മാറണേ. അപ്പോൾ പ്ലസ് 5 0 മാറണേ. അതിൻ്റെ മാത്രം ചേഞ്ച് നോക്കിയാൽ മതി. അപ്പോൾ ബൈ 5. അപ്പോൾ E and D ഈസ് കറക്റ്റ് ഉള്ളി. ഇനി മാച്ച് ദ ഫോളോയിങ് ട്രാൻസിസ്റ്റേഴ്സ്, ഹിയറിംഗ് എയ്ഡ്സ്, ഇൻവെർട്ടേഴ്സ്, അപ്പോളോ സ്പേസ് ഷിപ്പ്. അത് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ അവസാനം കൊടുത്തേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോളോ സ്പേസ് ഷിപ്പിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. ഹിയറിംഗ് എയ്ഡിൽ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് ചെറിയ ബട്ടൺ സെൽസാണ്. പിന്നെയുള്ളത് ഇൻവെർട്ടേഴ്സിൽ ഉപയോഗിക്കുന്ന ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. പിന്നെ ബാക്കിയുള്ളത് ഇറ്റ് ഈസ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ഈ റേഡിയോ, പഴയ റേഡിയോ ഒക്കെ ബാറ്ററി ഇട്ട് ഓടിക്കുന്ന റേഡിയോയ്ക്കാണ് ട്രാൻസിസ്റ്റേഴ്സ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ ആ തരത്തിലുള്ള അതിലൊക്കെ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് 3 ആണ്. A3, B1, C4, D2. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 1. O2 gas will be evolved as a product of electrolysis of aqueous AgNO3 with a silver electrode. So nothing. Silver electrode ആകുമ്പോൾ അതൊരു ആക്റ്റീവ് ഇലക്ട്രോഡാണ്. അത് സിൽവർ ഡിസോൾവ് ചെയ്യും, സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യും. AgNO3ക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. സോ അതിലൊന്നും സംഭവിക്കില്ല. അക്വസ് സൊല്യൂഷൻ ഓഫ് AgNO3 വിത്ത് പ്ലാറ്റിനം ഇലക്ട്രോഡ്. അവിടെ ഉറപ്പായിട്ടും NO3 മൈനസും OH അഥവാ H2O തമ്മിൽ കോമ്പറ്റീറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും H2O എന്തായിട്ടാണ് മാറുക? O2 ആയിട്ട് മാറും. അത് ശരിയാണ്. കാരണം പൊട്ടൻഷ്യൽ NO3ക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് അതും ശരിയാണ്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിലും SO4 മൈനസും പിന്നെന്താണ് ഇറ്റ് ഈസ് OH അഥവാ H2O അത് ഉറപ്പായിട്ടും H2O O2 ആയിട്ട് മാറുക. ഹൈ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ ഓഫ് H2SO4 യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ് അത് ഉറപ്പായിട്ടല്ല. അവിടെ അതിൽ ആരില്ല, വാട്ടർ ഇല്ല. ഹൈ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ ഓഫ് H2SO4 SO4 2 മൈനസ് S2O8 2 മൈനസ് പെറോക്സോ ഡൈസൾഫേറ്റ് അയോണായിട്ടാണ് മാറുക. സോ ആൻസർ ഈസ് C and D ആണ് കറക്റ്റ് ആൻസർ. Question number 62. Identify the homoleptic complex with the odd number of d electron in the central metal. ഓഡ് ഇലക്ട്രോൺസ് ഉള്ള ഹോമോലെപ്റ്റിക് ആയിട്ടുള്ള, ഹോമോലെപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരേ ഒരു ടൈപ്പ് ഓഫ് ലിഗാൻഡ് ഉള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും സിയും ഇയും വരില്ല. സിയും ഇയും വരാത്തതുകൊണ്ട് തന്നെ ഈ വരാത്തതുകൊണ്ട് ഈ ആൻസർ വരില്ല, സിയും ഇയും വരാത്തതുകൊണ്ട് ഈ ആൻസർ വരില്ല. അപ്പോൾ വരാൻ ചാൻസ് ഉള്ളത് ഈ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. 1 അല്ലെങ്കിൽ 3 ആയിരിക്കും. ആദ്യത്തെ നമുക്ക് നോക്കാം. FeO4 2 മൈനസ് നമുക്ക് നോക്കാം. അയണിൻ്റെ ഓക്സിജൻ വെച്ചിട്ട് 3d6 4s2 ആണ്. ഇവിടുത്തെ അയണിൻ്റെ ഓക്സിജൻ വെച്ചിട്ട് പുട്ടിത 6 -2 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു -2. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു +6 എന്നാണ് വരിക. Fe +6 ഓക്സിജൻ വെച്ചിട്ടാണ് വരിക. +6 ഓക്സിജൻ വെച്ചിട്ടാണ് വരിക. അപ്പോൾ ഉറപ്പായിട്ടും ഇലക്ട്രോൺ പോകുന്നത് Fe 3d2 4ഉം 2ഉം ഇവിടുന്ന് 4 ഇവിടുന്ന് 2ഉം 3d2 ആണ് കോൺഫിഗറേഷൻ വരേണ്ടത്. 3d2 ആണ് കോൺഫിഗറേഷൻ വരേണ്ടത്. സിന്ന് ഇലക്ട്രോൺ പോകും, ഡിന്ന് 2 ഇലക്ട്രോൺ പോകും. അപ്പോൾ ഉറപ്പായിട്ടും നമ്പർ ഓഫ് അൺബൈ ഇലക്ട്രോൺ ഉണ്ട്, അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അതും ആൻസർ വരില്ല. വിത്ത് ഓഡ് നമ്പർ ഓഫ് അൺബൈ ഇലക്ട്രോൺ ഓഡ് നമ്പർ ഓഫ് അൺബൈ ഇലക്ട്രോൺ ഉള്ളത് ഏതാണെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എയിൽ ഓഡ് നമ്പർ ഓഫ് അൺബൈ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ആൻസർ വരേണ്ടത് ABD ആണ് വരേണ്ടത്. ABD ആണ് ആൻസർ വരേണ്ടത്. പക്ഷേ ചില ബുക്കുകളിലെങ്കിലും പറയുന്നുണ്ട് അവിടുത്തെ Feയുടെ കോൺഫിഗറേഷൻ ഇറ്റ് ഈസ് 3d04s2 കോൺഫിഗറേഷൻ ആയിട്ട് 3d04s2 കോൺഫിഗറേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ചിലപ്പോൾ ഇറ്റ് ഈസ് B and D എന്ന ഓപ്ഷനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പക്ഷേ ഇതൊരു ടെട്രാഹൈഡ്രൽ കോംപ്ലക്സ് ആണ്. എസിൽ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ അതുകൊണ്ട് മോർ പ്രിഫേർഡ് ആൻസർ 3 എന്ന് തന്നെയാണ് ഞാൻ പറയുക. സോ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോണ്ട് റെസ്പെക്റ്റീവ്ലി പ്രസൻറ്റ് ഇൻ ഹെക്സ് 1n 4yn. ഹെക്സ് 6 കാർബൺ ആറ്റം ഉണ്ട്,
6 കാർബൺ ആറ്റം ഉണ്ട്. 1N ആദ്യത്തിൽ N ഉണ്ട്. 4YNE 1 2 3 4YNE ട്രിപ്പിൾ ബോണ്ട്. ബാക്കിയെല്ലാം ഹൈഡ്രജനാണ് ഫില്ല് ചെയ്തേക്കണേ. ബാക്കി 2 ഹൈഡ്രജൻ, ഇവിടെ 1 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. ഇതാണുള്ളത്. സിഗ്മ ബോണ്ടിൻ്റെ എണ്ണം എടുത്ത് നോക്കാം. ഇറ്റ് ഈസ് 1 2 3 4. ഇതിൽ ഒരെണ്ണം പൈ ബോണ്ട്, ഒരു സിഗ്മ ബോണ്ട്. 5 6 7 8 9 10 11 12 13. 13 സിഗ്മ ബോണ്ട് ഉണ്ട്. പൈ ബോണ്ടിൻ്റെ എണ്ണം 1 2 3. 3 പൈ ബോണ്ട്. അപ്പോൾ 12 എത്ര വരിക? 13ഉം 3 ആണ് വരിക. 13 and 3 ഈസ് എ കറക്റ്റ് ആൻസർ. ഗ്രാഫൈറ്റ്, ഡയമണ്ട് ഗ്രാഫൈറ്റ് ആയിട്ട് മാറി. X കിലോ ജൂൾ പെർ മോള്. ഡയമണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ദെൻ ഡയമണ്ട് ഗ്രാഫൈറ്റ് ആയിട്ട് മാറി. ഡയമണ്ട് ഓക്സിജൻ ആയിട്ട് ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറി. ഗ്രാഫൈറ്റ് ഓക്സിജൻ ആയിട്ട് മാറി, Z ആയി മാറി. സോ ഇതിൽ തന്നേക്കുന്ന റിലേഷൻ ഏതാണ് ശരിയെന്ന് വെച്ചിരിക്കുന്നത്? ഡയമണ്ട് ഗ്രാഫൈറ്റ് ആയിട്ട് മാറുന്നത് ഇറ്റ് ഈസ് X. ഡയമണ്ട് ഗ്രാഫൈറ്റ് ആയിട്ട് മാറുന്നു X. ഡയമണ്ട് ഓക്സിജൻ ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഗ്രാഫൈറ്റ് O2 ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ ഇത് ഹെസസ് ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യണേ. ഇതാണ് X എന്ന് പറഞ്ഞത്, ഇതാണ് Y എന്ന് പറഞ്ഞത്, ഇത് Z എന്ന് പറഞ്ഞത്. സോ Y ഈസ് ഈക്വൽ ടു X പ്ലസ് Z ആണ്. ഡയറക്റ്റായിട്ട് മാറിയാലും ഇങ്ങനെ മാറിയാലും ഒക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എഴുതാവുന്ന റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് X ഈസ് ഈക്വൽ ടു Y മൈനസ് Z. കറക്റ്റായിട്ടുള്ള റിലേഷനാണ്. ഹെസസ് ലോ സിംപ്ലി അപ്ലൈ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 65. It is impossible to specify simultaneously both arbitrary position and both linear moment of a particle, position of a particle. അത് ട്രൂ ആണ്. ഇറ്റ് ഈസ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഇത് ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് ട്രൂ. If the uncertainty in the measurement of position delta x and the uncertainty in the measurement of momentum delta p are equal, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡെൽറ്റ വി. കാരണം പി ഈസ് ഈക്വൽ ടു എം വി ആ. then uncertainty in the measurement of velocity delta x delta v is greater than or equal to h by 4 pi m ആണ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ഇറ്റ് ഈസ് നമുക്ക് ഡെൽറ്റ എക്സിന് പകരം എന്ത് എഴുതാം? എം ഇൻറ്റു ഡെൽറ്റ വി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4 പൈ എം. ഡെൽറ്റ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4 പൈ എം സ്ക്വയർ. എം ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ സ്ക്വയർ റൂട്ട് എച്ച്. 4ൻ്റെ സ്ക്വയർ റൂട്ട് 2 വരും. എമ്മിൻ്റെ സ്ക്വയർ റൂട്ട് അങ്ങനെ തന്നെ വരും. പൈ അങ്ങനെ തന്നെ വരും. സോ ഇറ്റ് ഈസ് എച്ച് ബൈ പൈ ഇൻറ്റു 1 by 2m. സോ അഗെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ് ഓഫ് അസോഡൈ കിട്ടുന്നത് എവിടെയാണ്? അസോഡൈ കിട്ടുന്നത് ഉറപ്പായിട്ടും ഫസ്റ്റ് റിയാക്ഷനിലേ കിട്ടുള്ളൂ. കാരണം ബീറ്റ നാഫ്തോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അനിലീൻ ഉപയോഗിക്കുന്നത് ഇതൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. സയനൈഡ് ഹൈഡ്രോളിസ് നടക്കുന്നു. PCl5 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. പിന്നെ കിട്ടില്ല. ഡൈസോണിയം സോൾട്ട് ഉണ്ടാവണം. Na2HCl വേണം. അത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഫീനോളോ നാഫ്തോളോ അല്ലെങ്കിൽ അതേപോലത്തെ അനിലീനോ ഏതെങ്കിലും വേണം. Na2 ഉള്ള കേസ് ഇവിടെ ഉണ്ട്. പക്ഷെ പിന്നെ ഉള്ളത് ഇത് സ്യൂട്ടബിൾ അല്ല. Na2 വേണം. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് കാണിച്ചു തരാം. ഇറ്റ് ഈസ് NO2 tin and HCl അനിലീനായിട്ട് മാറും. അനിലീൻ Na2HCl ബെൻസീൻ ഐസോണിയം ക്ലോറൈഡ് ഉണ്ടാവണം. ബെൻസീൻ ഐസോണിയം ക്ലോറൈഡ് ഉണ്ടാവാണ്ട് ഒരിക്കലും ഡൈ ഉണ്ടാവാൻ പോലില്ല. അപ്പോൾ ബെൻസീൻ ഐസോണിയം ക്ലോറൈഡ് ഉണ്ടാവുന്ന കേസ് ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ ഉണ്ടോ? രണ്ട് പോസിബിലിറ്റി. രണ്ടാമത്തെ ബീറ്റ നാഫ്തോളുമായിട്ട് റിയാക്ട് ചെയ്യണം. ബീറ്റ നാഫ്തോളുമായിട്ട് റിയാക്ട് ചെയ്താൽ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ പഠിക്കുന്ന കാര്യമാണ്. ബീറ്റ നാഫ്തോളുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? ഡൈ ഉണ്ടാകും. അസോ ഡൈ ഉണ്ടാകും. അതിപ്പോൾ അനിലീനായിരുന്നെങ്കിലും ഡൈ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ
എന്തുണ്ടായില്ല, ഇറ്റ് ഈസ് ഫീനോളോ അനിലീനോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാലാണ് ഡൈ ഉണ്ടാവുക. ഇവിടെ നാഫ്തോൾ ഉണ്ട്, ബീറ്റ നാഫ്തോളിൻ്റെ എണ്ണ ചോദിച്ചാൽ. സോ ആൻസർ ഓപ്ഷൻ 1 മാത്രമേ വരുള്ളൂ. ഇവിടെ ഡൈസോണിയം സോൾട്ട് ഉണ്ടാവാത്തതുകൊണ്ടാണ്. ഇവിടെ ഡൈസോണിയം സോൾട്ട് ഉണ്ടാവുകൊണ്ട് രണ്ടാമത്തെ പാർട്ടില്ല, സോ ഡൈ ഉണ്ടാവാൻ സാധ്യതയില്ല. സോ ഡൈ കിട്ടുന്നത് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പ്രാക്ടിക്കലിൽ കൊടുത്തേക്കണം അതേ കാര്യം തന്നെയാണ് കേട്ടോ. Drug X becomes ineffective after 50% decomposition. Original concentration of drug in bottle was 16 milligram per ml, which becomes 4 milligram per ml in 12 months. Expiry date of drug. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 16 ഉള്ളത് ആദ്യം 8 ആയിട്ട് മാറും, 8 പിന്നെ എത്രയായിട്ട് മാറും, 4 ആയിട്ട് മാറും. ഇതിന് മൊത്തം എടുത്തത് എത്രയാണ്, 12 മാസമാണ്. അപ്പോൾ ഇത് 6 മാസം, ഇതും 6 മാസം, ഇത് രണ്ടും 6 മാസമാണ്. എക്സ്പയറി ടൈം ഓഫ് ഡ്രഗ്. അപ്പോൾ 50% ഡീകമ്പോസിഷൻ, ഇൻഎഫക്റ്റീവ് ആഫ്റ്റർ 50% ഡീകമ്പോസിഷൻ, 50% ഡീകമ്പോസിഷൻ. അപ്പോൾ ഉറപ്പായിട്ടും 50% ആണ്. ഇത് 50%, 6 മാസം കൊണ്ട് 50% ആവും. പിന്നത്തെ 6 മാസം കൊണ്ട് വീണ്ടും ഒരു 12 മന്ത് കൊണ്ട് ഓൾമോസ്റ്റ് 75% ആവും. T75 is equal to 12 month is equal to 2 T half. T half ആണ് കണ്ടുപിടിക്കേണ്ടത്. 50% ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇൻഎഫക്റ്റീവ് ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് 6 month. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ലോജിക്കലാ. എ ടൈപ്പ് ഓഫ് ഓക്സൈഡ് ഫോംഡ് ബൈ ദ എലമെൻറ്റ് എമംഗ് ദ ഫോളോയിങ്. ഈ കൊടുത്തിട്ടുണ്ട് ലിഥിയം, സോഡിയം, ബെർലിയം, മഗ്നീഷ്യം, ബോറോൺ, അലൂമിനിയം. ദർ ഹാസ് ലീസ്റ്റ് അയണിക് റേഡിയസ്. അയണിക് റേഡിയസ് ഏറ്റവും കുറവുള്ളത് ഏതിനായിരിക്കുന്നത്? ലീസ്റ്റ് അയണിക് റേഡിയസ് വന്നെങ്കിൽ ഉറപ്പായിട്ടും Li2O, Ne2O. ലീസ്റ്റ് ആറ്റോമിക് റേഡിയസ്, ലീസ്റ്റ് ആറ്റോമിക് റേഡിയസ് ഉള്ളത് ഏതിനാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ലീസ്റ്റ് ആറ്റോമിക് റേഡിയസ് അതിന് 2 പോസിബിലിറ്റി ഉണ്ട്. അലൂമിനിയം Al3+ ആയതുകൊണ്ട്, Al2O3 അത് 3+ ആയതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. പിന്നെയുള്ളത് ലിഥിയം പ്ലസ്സാണ്. അപ്പോൾ ചാർജ് കൂടുതലുള്ളതുകൊണ്ട് അലൂമിനിയം Al3+ ആണ് സൈസ് കുറയാനുള്ള ചാൻസ്. കാരണം ബാക്കിയെല്ലാം +1. ചാർജ് കൂടുതലുള്ളത് അലൂമിനിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇനി സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം ഇവർ ഡയഗണലി പ്ലേസ്ഡ് ആയിട്ടുള്ളവർക്ക് സിമിലർ സൈസാണ്. അപ്പോൾ ഉറപ്പായിട്ടും ബെർലിയാണ് പിന്നെ പോസിബിലിറ്റി. ബെർലിയം 2+ഉം Al3+ ആകുമ്പോൾ 3+, Al3+, Al2O3 തന്നെ ആയിരിക്കണം. Al3+ഉം ഓക്സിജൻ 2- Al2O3 ആയിരിക്കണം സൈസ് കുറവാകാനുള്ള സാധ്യത കൂടുതൽ. സോ മോസ്റ്റ് പ്രോബബ്ലി അതായിരിക്കാം ലീസ്റ്റ് ആറ്റോമിക് റേഡിയസ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി ഉള്ളത്. കാരണം ചാർജ് കൂടുതൽ, ഡയഗണലി പ്ലേസ്ഡ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എന്തോറും സൈസ് കുറഞ്ഞു വരികയല്ലേ. സോ അലൂമിനിയം അല്ലെങ്കിൽ ബോറോൺ, ഈ 2 പോസിബിലിറ്റി ഉള്ളൂ. എങ്ങനെയാണെങ്കിലും A2O3 എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക്. ബോറോൺ അല്ലെങ്കിൽ അലൂമിനിയം അതിനാണ് പോസിബിലിറ്റി ഉള്ളൂ. ആറ്റോമിക് റേഡിയസ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. കാരണം ഇവരെക്കാളൊക്കെ സൈസ് കുറഞ്ഞു വരിക. സോ ഏറ്റവും കുറവുള്ളത് ഇതിന് തന്നെയായിരിക്കും. സോ നോ ഡൗട്ട് ആറ്റോമിക് റേഡിയസ് ഏറ്റവും കുറവുള്ളത് ഈ കാറ്റഗറിയിൽപ്പെട്ട, ഈ സീരീസിൽ പെട്ട B2O3 അല്ലെങ്കിൽ Al2O3 ആ കാറ്റഗറി. ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി വാല്യൂ ഓഫ് the first 4 elements of group 15 elements are given below. Choose a correct value of the element that is a main component of apatite family. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് വാല്യൂവിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് ഫോസ്ഫറസിൻ്റെ വാല്യൂവിനെ കുറിച്ചിട്ട്. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മത്ത്. ഇതിൽ ഫോസ്ഫറസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫോസ്ഫറസിൻ്റെ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി വാല്യൂ 1012 എന്ന് പറഞ്ഞതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിത്ത് HBr ഗീസ് ഫീനോൾ. ആരാണ് ഫീനോളിനെ തരിക? HBr ആയിട്ട് ഫീനോളിനെ തരിക. HBrനുമായിട്ട് ഫീനോളിനെ തരാൻ സാധ്യതയുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് HBr. കാരണം ഇത് പാർഷ്യലി ഡബിൾ ബോണ്ടഡാണ്. ഇത് ബ്രേക്ക് ചെയ്ത് പോവില്ല. ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫീനോൾ കിട്ടില്ല. ഇവിടെയും ഫീനോൾ കിട്ടില്ല. ഇവിടെയും ഫീനോൾ കിട്ടില്ല. ഫീനോൾ കിട്ടണമെങ്കിൽ ഓപ്ഷൻ 2 ആയിരിക്കണം. ഇവിടെ കിട്ടുന്നത് ഫീനോളും പിന്നെന്താണ്, ഇറ്റ് ഈസ് CH3Br കിട്ടുക. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. കൺസിഡർ ഫോളോയിങ് ലോ സ്പിൻ കോംപ്ലക്സസ്. തന്നിരിക്കുന്ന കോംപ്ലക്സ് എടുത്ത് നോക്കുക. ഇതിൽ സം ഓഫ് സ്പിൻ ഉള്ളി മാഗ്നറ്റിക് മൊമെൻറ്റ് വാല്യൂ ഓഫ് കോംപ്ലക്സ് ഹാവിങ് യെല്ലോ കളർ. യെല്ലോ കളറിലെ 2 കോംപ്ലക്സാണ് ഉള്ളത്. ഇത് രണ്ടുമാണ് യെല്ലോ കളറിലെ കോംപ്ലക്സ് ഉള്ളത്. കൊബാൾട്ട് 3+ഉം Fe2+ഉം. കൊബാൾട്ട് 3+ലേക്ക് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 3D6 ആണ് കോൺഫിഗറേഷൻ.
3d6 കോൺഫിഗറേഷൻ ഇതിൻ്റെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡീസ് പെയർ ചെയ്യും. n = 0, μ = 0. ഇനി അടുത്തത് Fe2+, Fe3+, 2+ഉം 3d6 കോൺഫിഗറേഷനാണ്. ഉറപ്പായിട്ടും അത് സ്ട്രോങ് ലിഗാൻഡാണ്, പെയർ ചെയ്യും. n = 0, μ = എത്ര വരിക? 0. രണ്ടിൻ്റെയും വാല്യൂ 0 ആണ് വരിക. സോ രണ്ടും 0 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ രണ്ടിൻ്റെയും കൂടെ സം ഓഫ് സ്പിന്നുള്ളി മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് വാല്യൂ ഓഫ് കോംപ്ലക്സസ് ഹാവിങ് യെല്ലോ കളേർഡ്. K3FeCN 6 times Fe3+ ആണ്. പിന്നെയുള്ളത് Cu2 Zn2 ഇതൊന്നും ഇത് രണ്ടുമാണ് യെല്ലോ കളേർഡ് കോംപ്ലക്സ് ആദ്യത്തെ രണ്ടും. അതിൻ്റെ അകത്തെ എന്നിൻ്റെ വാല്യൂ 0 ആണ് വരിക. സോ ആൻസർ ഈസ് ഈക്വൽ ടു 0. ഇതിൽ K3FeCN 6 times റെഡ് കളേർഡാണ്. Cu2CN 6 times ചോക്ലേറ്റ് ബ്രൗൺ കളേർഡാണ്. മറ്റേത് പ്രഷ്യൻ ബ്ലൂ കളറിൻ്റെ അനലോഗാണ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 0 തന്നെ. ഐസോമറിക് ഹൈഡ്രോകാർബൺ ദാറ്റ് ഈസ് ഗീവ്സ് ബേസ് ടെസ്റ്റ്, നെഗറ്റീവ് ബേസ് ടെസ്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ഇല്ല. ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് ഫ്രം ദ എബോവ് വിത്ത് 4 ഡിഫറെൻറ്റ് നോൺ അലിഫാറ്റിക് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് സൈറ്റ്സ്. അത് സി ബെൻസീനിങ് ഉറപ്പായിട്ടും കാണും. C6 പോയി, ബാക്കിയുള്ള 3 കാർബണാണ് ഉള്ളത്. ഇങ്ങനെ വരാം, CH2 CH3 വരാം, CH3 വരാം, ഇത് വരാം. ടോട്ടൽ നമ്പർ ഓഫ് ഐസോമറിക് എബോവ് വിത്ത് 4 ഡിഫറെൻറ്റ് നോൺ അലിഫാറ്റിക് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് സൈറ്റ്. 1 2 3 4 1 2 3 4 നോൺ അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് സൈറ്റുകളുണ്ട്. 4 ഉണ്ട്, ഇത് 4. പിന്നെ വരാവുന്നത് ഇറ്റ് ഈസ് CH2 CH3 ഇത് വരാം. ഇതാണ് 4 1 2 3 4 വരാം. അപ്പോൾ ആൻസർ ഈസ് 2. ഐസോമറിക് ഹൈഡ്രോകാർബൺ വിച്ച് ഗീവ്സ് നെഗറ്റീവ് ബേസ് ടെസ്റ്റ് തരയിലത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ answer is 2. In Claisen-Smith reaction to prepare dibenzal acetone from 5.3 gram of benzaldehyde, a total of 3.51 gram of product is obtained. What is the percentage yield of this reaction? C6H5CHO രണ്ടെണ്ണം CH3CO CH3 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന C6H5CH ഡബിൾ ബോണ്ട് CHCO C6H5CH ഡബിൾ ബോണ്ട് CH. ഇതിൻ്റെ മോളിക്കുലർ മാസ് 106 gram ആണ്. 106 gram ഉണ്ട്. 106 gram ആണുള്ളത് മോളിക്കുലർ മാസ്. അപ്പോൾ ഇതുണ്ടാകുന്നത് 234 gram ആണ് മോളിക്കുലർ മാസ്. gram per mole ആണ് മോളിക്കുലർ മാസ്. ഇവിടെ എടുത്തേക്കണ 5.3 gram ആണ് എന്ന് പറയുമ്പോൾ 5.3 divided by 106 is equal to 1/20 മോളാണ് എടുത്തിരിക്കുന്നത്. 1/20 മോള്. 1/20 മോളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് 1/20 മോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.234 കിട്ടിയിരിക്കുന്നത് ഇറ്റ് ഈസ് 3.51 gram ആണ്. ഡിവൈഡ് ബൈ 234 ഇറ്റ് ഈസ് 0.015 മോളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.05 മോളാണ് ഉണ്ടായിരിക്കുന്നത്. 0.05 മോളിൽ നിന്ന് അത്ര ഉണ്ടാകുക ഇറ്റ് ഈസ് ഈക്വൽ ടു 0.015 ആണ് ഉണ്ടാകേണ്ടത്. 5.3 ഗ്രാമിൽ നിന്ന് 106 ഗ്രാമിൽ നിന്ന് ഇത്ര ഉണ്ടാവണം. 0.015 ശരിക്കും ഉണ്ടായിരിക്കണത് എത്രയാണെന്നിരിക്കണത് ഇറ്റ് ഈസ് ഈക്വൽ ടു ശരിക്കും ഉണ്ടാകേണ്ടത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 നിന്ന് ഒരെണ്ണം വെച്ചിട്ടാണ് ഉണ്ടാവണേ. 2 നിന്ന് ഒരെണ്ണം ഉണ്ടാവണം. ശരിക്കും 1/20 ഉണ്ടാവേണ്ടത് 1/40 ഉണ്ടാവണം. തിയററ്റിക്കൽ കിട്ടേണ്ട പ്രൊഡക്റ്റ് ആക്ച്വൽ കിട്ടേണ്ടത് ഇതിൽ നിന്ന് കിട്ടുന്നത് 0.05 നിന്ന് ഇവിടെ കിട്ടിയേക്കണേ ഇത്രേ ഉള്ളൂ. പക്ഷേ ശരിക്കും കിട്ടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അതിൻ്റെ പകുതി
0.25 മോൾ ഉണ്ടാകണം. അപ്പോൾ പെർസെൻറ്റേജ് ഈൽഡ് ഈസ് ഈക്വൽ ടു ശരിക്കും ഉണ്ടായിരിക്കണ 0.015 ഉള്ളൂ. 0.015 ഡിവൈഡ് ബൈ 0.025 ഇൻറ്റു 100. അപ്പോൾ 15/25 ഇൻറ്റു 100 4 എന്ന് പറഞ്ഞാൽ 60% ഈൽഡുള്ളൂ. സൾഫർ കണ്ടെയ്നിങ് 0.0 gram of 2 gram of pure organic compound, 0.4 gram of barium sulfate. What is the percentage? Percentage is equal to mass of barium sulfate divided by mass of organic compound into 32 divided by 233 into 100. 0.2 gram, 0.4 gram, 232 ഡിവൈഡ് ബൈ 233 ഇൻറ്റു 100. ക്യാൻസൽ ചെയ്താൽ 2 വരും. 32 64 00 ഡിവൈഡ് ബൈ 233. 640 ഡിവൈഡ് ബൈ 233 27.5 എന്ന് കിട്ടും. ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ. സോ 27.5. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 275 ഇൻറ്റു 10⁻⁻1. ആൻസർ ഈസ് ഈക്വൽ ടു 275. Total number of non-bonded electron present in NO2 on the basis of Lewis theory. N coordinate bond ഡബിൾ ബോണ്ടോ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ. സോ നോൺ ബോണ്ട് ഇലക്ട്രോണിൻ്റെ എണ്ണം 2. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ടേക്ക് കെയർ, ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.